ഇജാതി ഐറ്റത്തിലൊക്കെ കിട്ടുന്ന ആൾക്കാർ സൂക്ഷിച്ചോ, നിങ്ങളുടെ ലൈഫ് ഇതാവുക. വിഷ്ണു ഇങ്ങനെ ഫോൺ ചെയ്യാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? ഒരു മിനിറ്റ് ചേട്ടാ, ഞാനിന്ന് ലീവാ, ഒന്ന് മനസ്സിലാക്കേ. ഞാൻ വിളിച്ചെന്നും പറഞ്ഞ് നീ ബുദ്ധിമുട്ടി അങ്ങോട്ട് വരണ്ട. അത് ഭീമ എന്തോ ഇപ്പൊ നിന്റെ ഫീലിടാ. ഞങ്ങൾ എന്ന റിലേഷൻ 4 വർഷമായി. ഞങ്ങൾ കമ്മിറ്റഡ് ആയ ആദ്യത്തെ വർഷം പിന്നെ എന്തിനായിരുന്നു എന്നെ വരായിരുന്നു? 24 മണിക്കൂർ എന്നെ വിളിക്കണം, എല്ലായിടത്തും എന്നെ കൊണ്ടുപോകണം. ഇവനെ കാണാതിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. 2ാമത്തെ വർഷമായപ്പോ ലെവല് കുറഞ്ഞു വന്നു. എല്ലാ ദിവസം എന്നെ കാണാൻ ലെവല് കുറഞ്ഞത് കളിക്കിടക്ക് നൈറ്റ് മാത്രമേ. എന്നാലും സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. 3ാമത്തെ വർഷമായപ്പോ അവൻ എനിക്ക് തരുന്ന പ്രയോറിറ്റി ഫുള്ള് കുറഞ്ഞു. പിന്നെ ഫുള്ള് അവന് സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. പാവം വെച്ചിട്ടില്ല. ജോലിക്ക് പോകണം, പണം സമ്പാദിക്കണം എന്ന ചിന്ത മാത്രം ഉണ്ടായിരുന്നു. പൈസ ഉണ്ടാക്കുന്നത് നല്ലതല്ല, നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ വേണ്ടിട്ടാ. ശരി, മണ്ടിയാണിത്. പിന്നെ പണിക്ക് കൊടുത്ത് തിന്നാൻ പോയിട്ട് അരിയിടണം കൊച്ചേ വായിലേക്ക്. ഇതിപ്പോ 4ാമത്തെ വർഷമായി. അവൻ വിചാരിച്ച ജോലി അവന് കിട്ടി. അതെ, ഇതാണ് നല്ലൊരു കൂട്ടുകാരനത്. സാലറി ഉണ്ട്, പക്ഷെ എന്നോട് ഉണ്ടായിരുന്ന പഴയ തിരിച്ചു വന്നിട്ടില്ല. അത് ആഗ്രഹിച്ചുടിക്കുന്ന പറന്ന് നടക്കുകയാണ് ഗൈസ്, പറന്ന് കിടക്കുകയാണ്. അപ്പൊ നിന്നോട് പറഞ്ഞ ഞാൻ ആരായി? നീ അറിയാത്തോളൂ. ഇതെന്നെ തിരുവനന്തപുരം സ്നേഹാണെന്ന് തോന്നുന്നു കേട്ടാ. നമ്മളൊക്കെ ഈ ഇവിടെ ഇട്ടാവട്ടത്തുള്ള വലിയ കുഴപ്പമില്ല. എന്താണല്ലേ ജാതി ആൾക്കാരാണ്.